ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ വൈകും. പുതിയ കണ്ടെത്തലുകൾ കൂടി ഉൾപ്പെടുത്തി വിശദമായ കുറ്റപത്രം തയ്യാറാക്കാനാണ് SIT നീക്കം. 2025 ദ്വാരപാലകപാളി കൈമാറ്റത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നാണ് SIT വിലയിരുത്തൽ. കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുമെന്നും വിവരമുണ്ട്. PS പ്രശാന്ത്, അജികുമാർ എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. 2025 ദ്വാരപാലക പാളി കൈമാറ്റത്തിൽ സ്വർണ്ണക്കള്ള വീണ്ടും നടന്നിട്ടുണ്ട്. വൈകാതെ തന്നെ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടായേക്കുമെന്നും വിവരമുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പാണ് കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെയും മുൻ അംഗം അജികുമാറിനെയും SIT സംഘം അറസ്റ്റ് ചെയ്തത്. നിലവിൽ ഇരുവരും റിമാൻഡിലാണ്. കൊല്ലം വിജിലൻസ് കോടതിയാണ് ഇരുവരെയും റിമാൻഡ് ചെയ്തത്. കോടതിയിൽ ഇരുവരും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച സാഹചര്യത്തിൽ വേണ്ട ചികിത്സ നൽകാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ PS പ്രശാന്തും അജികുമാറും ഗൂഢാലോചനകളിൽ പങ്കാളികളാണെന്നും ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയെന്നും SIT റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലാണ് SITയുടെ പരാമർശമുള്ളത്. 2019 കുറ്റകൃത്യം മറച്ചുവെക്കുന്ന തരത്തിൽ പുതിയ ബോർഡ് ഉത്തരവിറക്കിയെന്നും ശബരിമലയിലെ സ്വർണം അപഹരിക്കുന്നതിന് ഇരുവരും കൂട്ടുനിന്നെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും പങ്കജ് കണ്ഠാരിക്കും പണമുണ്ടാക്കാൻ അവസരമൊരുക്കി 2019 അപഹരണം മറയ്ക്കാനാണ് 2025 വീണ്ടും സ്വർണ്ണപ്പൂശൽ നടത്തിയതെന്ന് SIT കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച 12 പാളികളിൽ 4 എണ്ണത്തിൽ നിന്ന് വീണ്ടും സ്വർണം വേർതിരിച്ചെന്നും SIT കണ്ടെത്തി. ന്യൂസ് ഡെസ്ക്.